വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നീരജ് പ്രോഡക്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യാവാറായി, വിളക്ക് കത്തിക്കണം, കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇന്ന് നമ്മൾ വിളക്ക് കത്തിക്കുന്നൊരു വീഡിയോ ആണ് എടുക്കുന്നത്. ഫസ്റ്റ് നമ്മളെ എനിക്ക് എല്ലാം വിളക്ക് കത്തിക്കാനുള്ള എല്ലാം ഒരുക്കിയിട്ടുണ്ട്. എല്ലാം വൃത്തിയാക്കി എല്ലാവരും. ഇനി നമുക്ക് കണ്ണന് പൂ വയ്ക്കണം, തുളസിയില കണ്ണന് പൂ വയ്ക്കണം, ഇനി തുളസിയില. അപ്പോൾ നമുക്ക് പൂക്കളൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് പോവാം. നമ്മൾ ഫസ്റ്റ് പറിക്കാൻ പോകുന്നത് ചെമ്പരത്തിയാണ്. തുളസിയാണിത്. നമുക്കത് പറിച്ചിട്ട് ചെമ്പരത്തി പറിക്കാം. അല്ല, ഇതിന് നല്ലത്. നമ്മൾ ഇവിടെ നിന്ന് ഒരെണ്ണം എടുത്തു. ഗൈസ്, നമ്മളിപ്പോൾ ചെമ്പരത്തി പറിക്കാനായിട്ട് പോവുകയാണ്. ഈ മരത്തിലുള്ള ഒരുവിധം ഒരെണ്ണം മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാ ചെമ്പരത്തിയും നമ്മൾ പറിക്കുകയാണ്. ഇതിപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ചെമ്പരത്തി ഇടാം. ബാക്കി ഒരെണ്ണം അവിടെ നിൽക്കും. റോസ് അടുത്തായിട്ട് നമുക്ക് റോസ് അങ്ങോട്ട് പറിക്കാം. അതും കൂടെ കഴിഞ്ഞ് നമുക്ക് അകത്തോട്ട് പോകാം. നമുക്ക് ഇതിൽ തുളസിയില ഇട്ടിട്ട് ആക്കി നമുക്ക് നോക്കാം. തുളസി ഇട്ടിട്ട് വെച്ചിട്ടില്ലേ? ആ തുളസി ഇട്ട് വെച്ചേക്കുന്നത് എൻ്റെ നാട്ടിൽ ഹിന്ദി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യാം. നമ്മൾ പൂജയ്ക്കുള്ള സാധനങ്ങൾ ഈ ടീയുടെ താഴെ ഇരിക്കുന്ന ഡ്രോയിൽ വെച്ചേക്കുന്നു. ഇതാണ് പൂജാമുറിയിലെ എല്ലാ സാധനങ്ങളും വെക്കുന്നത്. ഇത് ആ കവർ ഉണ്ട്, അതിൻ്റെ അകത്താണ് ഇടിഞ്ഞിലൊക്കെ വെച്ചിരിക്കുന്നത്. എണ്ണ അതെടുക്കണം. എണ്ണ കുറച്ച് ഒഴിച്ചു. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ കുഞ്ഞ വിളക്കാണ്, ഏറ്റവും ചെറിയ വിളക്കാണ്. തിരി എടുക്കണം. തിരി എടുക്കുമ്പോൾ നമുക്ക് തുടയ്ക്കാനുള്ള തുണി വെച്ചേക്കുന്നു. ഇതാണ് നമ്മൾ പൂജാമുറിയിൽ തിരിയൊക്കെ ഇട്ടേക്കുന്ന ബോക്സ്. അത് നമ്മൾ വീതിച്ചല്ലേ ഇടുന്നത്. ഇങ്ങനെ തിരി നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ എടുക്കുന്ന, രണ്ടെണ്ണം എടുക്കുന്ന. ഒരെണ്ണം വിളക്ക് കത്തിക്കാനായിട്ട് ഒരു സാധനം ഉപയോഗിക്കുക, അതിലിടാനും പിന്നെ വിളക്കിലിടാനും എടുക്കണം നമുക്ക്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് സാമ്പ്രാണിത്തിരിയാണ്. ഇത് പൊട്ടിച്ചതല്ല, പുതിയതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ. പുതിയ വിളക്കാണ്, പഴയത് തീർന്നു. ഗൈസ്, മാറിപ്പോയി. അതിൻ്റെ അറ്റ അപ്പുറത്താണ്. നമ്മൾ ഒന്നേ കത്തിക്കുന്നുള്ളൂ. ബാക്കി അവിടെ തന്നെ വയ്ക്കാം. ഈ കളർ എന്തായാലും നമുക്ക് മാറ്റി. ബാക്കിയെല്ലാം എടുത്തിട്ട് ഈ ഡ്രോയർ അടയ്ക്കാം. പൂജയ്ക്കുള്ള ഭാരമാണ് ഇത്. രണ്ടായിട്ട് ഇതേപോലെ വിരിച്ചിട്ട് ഇങ്ങനെ തിരിയിട്ടു. തിരി എണ്ണ നോക്കി വെച്ചു. അപ്പുറത്തെ സൈഡ് തിരിയിട്ടു എണ്ണ നോക്കി വെച്ചു. ഓക്കെ, ഗൈസ്, രണ്ട് സൈഡൊക്കെ തിരിയിട്ടു. എണ്ണ വെച്ചു. എണ്ണ കുറച്ച് കുറഞ്ഞു പോയി. തിരി എണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം.
കുറേ സാരില്ല ശരിയാക്കാം. അത് ബാക്കി നമുക്ക് ഇത് ചുമ്മാ ഇത് കൊണ്ട് വെച്ചിട്ട് വരാം. ഇതിൻ്റെ ആവശ്യമില്ല. ഇത് ചുമ്മാ കഴുകിയോ ഇത് ചുമ്മാ ഒന്ന് വൃത്തിയാക്കി വെച്ചാൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് കൂടാം. ഫസ്റ്റ് നമുക്ക് കണ്ണൻ്റെ പൂവെല്ലാം ഇളക്കാം. ഗൈസ് നമുക്കപ്പം കൃഷ്ണൻ ഇന്നലെ വെച്ച പൂവെല്ലാം എടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം എടുത്തിട്ടുണ്ട്. പാട്ട് നമുക്ക് പൂജാമുറി തുറക്കാം. ഇതാണ് നമ്മളെ പൂജാമുറി. ഇത്തിരി ചെറുതാണ്, എന്നാലും അത്യാവശ്യം. ഇതാണ് നമ്മളെ പൂജാമുറി. ചെറുതാണ്, എന്നാലും അത്യാവശ്യം വലുതാണ്. അപ്പോൾ ഇവിടെയും ഇന്നലെ വെച്ച പൂവൊക്കെ ഉണ്ട്. അത് നമുക്ക് എടുക്കാം. ഇത് ഒരു 2-3 ഇതിൻ്റെ ഇടയിലാണ്. അപ്പുറത്ത് നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു കോവിലാണ്, വെള്ളയാണ്. അത് നേരത്തുള്ള വെള്ളമില്ല, ഇത് വേറെ മണക്കാട്. അപ്പം അതെല്ലാം മാറ്റി നമുക്കിനി കണ്ണന് പറ്റിയിട്ടുള്ള ഇതെല്ലാം വെക്കാം. നമ്മൾ കൃഷ്ണന് ഇവിടെ ഒരെണ്ണം, പിന്നെ ഇവിടെ ഒരെണ്ണവും, പിന്നെ ഇവിടെ ഒന്നും നമുക്ക് താഴെ ഇതളുകളായിട്ട് ഇടാം. വെച്ചിട്ട് നിൽക്കുന്നില്ല, അതാണ് നിൽക്കുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് തലയിൽ വെച്ച് നോക്കാം. തലയിൽ നിൽക്കില്ലെങ്കിൽ താഴെ ഇതളുകളായിട്ട് ഇതപ്പം നമ്മൾ ഇളക്കി ഇങ്ങനെ 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 ഇവിടെ വന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അപ്പം അവിടെ നമുക്ക് റോസ ഇടാം. ഇവിടെ റോസ തലയിൽ വെക്കണം. എതളായിട്ട് കിരീടത്തിൻ്റെ അവിടെ ഇടാം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഒരുക്കിയേക്കുന്നത് കൃഷ്ണനെ. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചതാണ്. നമുക്ക് ഇതിവിടെ എടുത്ത് വെക്കാം. ഇതാണ് വെക്കുന്നത്. ഇങ്ങോട്ടാണ് നമ്മൾ വെക്കുന്നത്. സാമ്പ്രാണിത്തിരിയാണ് അത്. മട്ടൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വെക്കുന്നത്. നെറ്റ്
ലൈറ്റ് ഓഫ് ചെയ്ത് ഒന്നും കാണാം. ജസ്റ്റ് ഒന്ന് കറണ്ട് പോയതാണ് ഗൈസ്. ജസ്റ്റ് ഒന്ന് എൻ്റെ അമ്മ ലൈറ്റ് ഓഫ് ചെയ്താണ്. ഇവിടെ പൂജാമുറി ഇങ്ങനെയാണ് ഗൈസ്. ടോട്ടലി ഇങ്ങനെയാണ്. ചടക്കായെന്ന് പഠിത്തേ ഇങ്ങനെയാണ് പൂജാമുറി. ഇതിന് ശേഷം നമുക്ക് വിളക്ക് കത്തിക്കാം. അങ്ങനെ ഒരു ജോലി മാത്രമാണ്. ഗൈസ്, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ വിളക്ക് കത്തിക്കുന്നത്. നമുക്കത് കത്തിക്കാം. നമുക്കിനി വിളക്ക് കത്തിക്കാം. അപ്പുറത്തെ സൈഡും കത്തിച്ചു. അടുത്ത നമുക്ക് സാമ്പ്രാണി തിരി കത്തിക്കാം. അത് സാമ്പ്രാണി തിരി ഞാൻ അല്ല കത്തിക്കുന്നത്. ഞാൻ കത്തിച്ചിട്ട് അനിയൻ്റെ കൊടുക്കുകയാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, നമ്മൾ തന്നെ ചെയ്യേണ്ടതില്ലേ. ഇനി അവൻ ഇങ്ങനെയാണ് നമ്മൾ കത്തിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ കൃഷ്ണനാണ് അത് നീരെല്ലാം ഒഴിയുന്നത് ഞാനാണ്. അവൻ്റെ നിന്ന് ഞാനിപ്പോൾ വാങ്ങും. ഞാൻ വാങ്ങി. അവൻ ചെയ്തപ്പോഴത്തേക്ക് ശ്വാസം വിട്ടിട്ട് ഒരു തിരി അണഞ്ഞു പോയായിരുന്നു. അതപ്പോൾ ഞാൻ ഒന്ന് കത്തിക്കുകയാണ്. ഓക്കെ, നമുക്കിനി കൃഷ്ണനും കൂടെ ഉള്ളിയാം. ഒരു 6 ഇതിലൊക്കെ ഒഴിഞ്ഞിട്ട് നമുക്ക് കൊളുത്തിട്ട് അകത്തോട്ട് വയ്ക്കാം. അകത്തോട്ട് വെച്ചിട്ടുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ പുക അത് അടിച്ചിട്ട് സീലിംഗ് ഒക്കെ കറക്കാനും സാധ്യതയുണ്ട്. നമുക്ക് ഇനി ഭസ്മം തൊട്ട് കൊടുക്കാം എല്ലാവർക്കും. ഫസ്റ്റ് ഞാൻ ഇട്ടാണ്. ഇനി ഞാൻ എൻ്റെ അമ്മാമ്മയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്ത് ഞാൻ എൻ്റെ അമ്മയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്ത് എൻ്റെ അച്ചാമ്മയ്ക്ക് ഇടാൻ പോയതാണത്. അച്ചാമ്മയെ അവിടെ കാണുന്നില്ല. അച്ചാമ്മ പുറത്ത് പോയിരുന്നു. പിന്നെ ഇതെൻ്റെ അനിയനാണ്. പുറത്ത് ലൈറ്റ് ഇടാം. എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് വിളക്ക് കത്തിക്കുന്നത്. അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ പിന്നെ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. നീരജ് പ്രോ മാക്സ് സൈനിങ്.